ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലേക്ക് പോയാണ്. നമ്മളുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് മുകളിലേക്ക് പോകണം. ഗൈസ്, ഇത് ഫ്ലഡിൽ ഇതായതാട്ടോ ഈ വീട് തന്നെയല്ലേ ഇത്? ഇതൊക്കെ ഒഴിപ്പിച്ച വീടല്ലേ? ഒഴിപ്പിച്ചല്ലേ? ഇതെല്ലാം ഒഴിപ്പിച്ചേട്ടോ. ഫ്ലഡിൻ്റെ സമയത്ത് ഒഴിപ്പിച്ച വീടാണ്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം നശിച്ചിന് കേട്ടോ. ഇതുണ്ടോ ഒന്ന് കംപ്ലീറ്റ് പൊളിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ മദ്രസയും പള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലത്ത്. കണ്ടോ അവിടെയൊക്കെ. ഏതായാലും ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ കംപ്ലീറ്റ് പോയിന് കേട്ടോ. അതുപോലെ ഇതൊക്കെ ഒഴിപ്പിച്ചിന് കേട്ടോ. ഇവിടെ ഒന്നും ആൾത്താമസമില്ല. കണ്ടോ മദ്രസ, പള്ളി, അതുപോലെ സ്കൂള്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഏരിയയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നിൻ്റെ ഒരു ഇതില്ല കേട്ടോ. കംപ്ലീറ്റ് പൊളിഞ്ഞിന്. നമുക്ക് കുറച്ച് താഴോട്ടിങ്ങനെ നടക്കാം കേട്ടോ. ഇത് കണ്ടോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞിട്ടുള്ളത്. എന്താ അല്ലേ? ഇവിടെയൊക്കെ വീടൊക്കെ ഇല്ല ഏരിയ കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നമുക്കൊരു ഇക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വീട്ടിലെ ഉടമസ്ഥനാണ്. അപ്പോൾ നമുക്ക് ഇക്കാനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഇക്കാൻ്റെ പേരെന്താ? എൻ്റെ പേര് ബീരാൻ. ബീരാൻ എന്ന മാനു. മാനു വിളിക്കല്ലേ? മാനു അല്ലേ? ഇത് ഇന്റെ വീടാണിത്. പിന്നെ അതാ താഴെ കാണുന്നതാ ആ രണ്ട് വീട്. ആ കാണുന്ന രണ്ട് വീടും ആ വീട് അതിന്റെ അപ്പുറത്ത് ഇഷ്ടമാൾ കൊടുത്തിട്ട് ആ പൊളിഞ്ഞതല്ലേ? അതൊക്കെ നിങ്ങൾ തന്നെ അല്ലേ? അതൊക്കെ. പിന്നെ അത് അവിടെ ഒരു വീടുണ്ടായി. ആ ഉണക്കമരം നിൽക്കുന്നത് അങ്ങ് അവിടെ അല്ലേ? ഇതേമാതിരിക്കത്തെ വീടാ. ഓ, ഇതേപോലത്തെ വീടല്ലേ? പിന്നെ ഒന്ന് അതാ കാണുന്ന ആ മരക്കൂട്ടതാ കാണുന്നു. അതവിടെ ഏലക്കാടും ഒരു വീടും ഉണ്ടായി. ഓ, അവിടെ വീടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ 5 വീട് 1.5 ഏക്കർ ഏലത്തോട്ടം നഷ്ടപ്പെട്ട ആളായിരുന്നു. നഷ്ടപ്പെട്ടിരുന്നല്ലേ? അപ്പൊ ഇവിടെ പള്ളി മദ്രസ ഒക്കെ? പള്ളി മദ്രസ അവിടെ കുറച്ച് മേലെ അതെയാ? അതാ ഈ അതൊരു പച്ച ദാർപ്പോളം ഇട്ടിക്കണ്. അതിന്റെ കുറച്ച് ഇപ്പുറമായിട്ട് അതൊരു കാട് മൂടിയാണ്ട് ഇരിക്കണ്. അതല്ലേ മദ്രസ. പള്ളി അവിടെ എല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? പള്ളി ഇതാ പച്ച നെറ്റിട്ടിങ്ങനെ. അതന്നെ, അതാണ് പള്ളിന്റെ അവിടെ പള്ളി ഉണ്ടായിരുന്നല്ലേ? അമ്പലം കുറച്ച് താഴെ. അമ്പലം ഉണ്ടായിരുന്നല്ലേ? അമ്പലം ഇവിടെ അല്ല, കുറച്ച് അങ്ങോട്ട് പോയിട്ട്. അത് അവിടെ ബലങ്ങനെ ഒരു പാടി ഇങ്ങനെ ഒരു ഇതും ഇല്ല അല്ലേ? ഒന്നുമില്ല, കംപ്ലീറ്റ് നശിച്ചല്ലേ? പിന്നെ ഇതൊരു വീടാ. ഇവിടെയാണ് 4 ആള് മരിച്ചത്. ഇവിടെ 4 ആള് മരിച്ചിന്? ഇതിലങ്ങോട്ട് കയറി. അപ്പൊ ഇവര് മാറി നിന്നിട്ടില്ല? അവര് അപ്പൊ മാറിയിട്ടില്ല അല്ലേ? മാറി നിൽക്കാത്തവരെല്ലാം മരിച്ചല്ലേ? ഇത് ഇവിടെ അല്ലേ? അവര് വീട്ടുകാരൊക്കെ മാറിയിരിക്കണേ. അവര് എന്താ ആടിനെ ഏറ്റെടുക്കാൻ വേണ്ടിട്ട് വന്നതാ. അപ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് പൊട്ടിയിട്ട് ഒന്നായിട്ടാണ് പോയത്. ഇവിടെ ഇവിടെ 2 ഓട്ടോറിക്ഷ കാണണം. ഓട്ടോറിക്ഷ ആണോ? ഇവിടെ ഉണ്ടായി കഴിഞ്ഞ ആഴ്ച. ഓ, ഇവിടെ എല്ലാം വീടുണ്ടായിരുന്നല്ലേ? അത് കൊടുത്തിട്ട് കൊണ്ടിരിക്കുന്ന ഇത് വീടാണ്. ഈ കാണുന്ന വീടാ? ആ വീടിന്റെ ബാത്റൂമും കക്കൂസും. ഇതല്ലേ? ഇവിടൊക്കെ വീടായി. ഇതാ വീടിന്റെ ബാത്റൂമും കക്കൂസും ഒക്കെ കേട്ടോ. ഇത് അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. അവിടെ എല്ലാം വീടിന്റെ ബാർപ്പ് കാണുന്നുണ്ടല്ലോ അവിടെ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു വീട് അവിടെ ഉണ്ടെന്ന് അറിയില്ല. ആ വീടാണ് ആ കാണുന്നത്. ആണ്ടാ, അത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തട്ടി നിരത്തിയതാ. ഇവിടൊക്കെ വീടേ. ആ കാണാ ഇതിലൊക്കെ വീട്. അപ്പൊ നിങ്ങളിപ്പോ എവിടെ താമസോ? ഇപ്പൊ ഞാൻ പാലവയല്. അടുത്താ? മേപ്പാടിക്കടുത്ത്. ഇതിപ്പോ ആൾ താമസം ഇല്ല അല്ലേ? ഇതൊക്കെ അടച്ചിട്ട് ഇപ്പൊ 2 വർഷമായി ഇങ്ങനെ. 2 വർഷം. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വീട്. എത്ര നഷ്ടം വന്നു പറഞ്ഞേ? 2.5 കോടി റുപ്യ. 2.5 കോടിയോളം? അതാ അത് മറ്റേ ഏലക്കാട് 1.5 ഏക്കർ ഏലത്തോട്ടം. ഈ വീടിന് തന്നെ 65 ലക്ഷം റുപ്യന്റെ ചെലവുണ്ട്. വലിയ വീടാട്ടോ. അത് ഇതേമാതിരിക്കത്തെ വീടാണ് അവിടെ പോയതല്ലേ? അങ്ങനെ ഭൂമിന്റെ ഇതിന്റെ എല്ലാം കൂടി കണക്കൂട്ടുമ്പോ പിന്നെ അത് മക്കളെ അതല്ലേ ആ കണ്ട വീടെല്ലാം മക്കളെല്ലാം വീടല്ലേ? നിങ്ങൾ തന്നെ അല്ലേ? മക്കളതാണ്. അതല്ലേ? അവരിലിപ്പോ എവിടെ താമസം? നിങ്ങൾ ശരിക്കും ഇപ്പൊ എവിടെ താമസം? ഞങ്ങളിപ്പോ പാലവല്ലി. അത് നിങ്ങൾ തന്നെ പൂത്തക്കൊല്ലി വീട് കിട്ടുന്നുണ്ട്. സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടല്ലേ? ഗവൺമെന്റ് തന്ന സാധനം? ഗവൺമെന്റ് നമ്മളെ സഹായമല്ല, ഗവൺമെന്റ് തന്നെ ഇവിടുന്ന് ഒഴിപ്പിക്കുമ്പോ നിങ്ങൾക്ക് അവിടെ ഭൂമി തന്ന് വീടിന് പൈസയും തന്നു. നിങ്ങൾ വീട് എടുത്തു അല്ലേ? അപ്പൊ ഈ ഭാഗത്ത് എത്ര ആൾക്കാർ ഇപ്പൊ എത്ര അവിടെ 54 വീടൊക്കെയുണ്ട് ഇപ്പൊ താമസിക്കുന്നുണ്ട്. ഇവിടുന്ന് പോയവർ അവിടെ ഉണ്ട്. അല്ല, താമസിക്കുന്ന വാടകക്കാണ്. പക്ഷെ അപ്പൊ അവിടെ പൂത്തക്കൊല്ലി വീട് ആയി വരുന്നുള്ളൂ. കുറെ വീട് കുടുംബക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ട് ഇപ്പൊ 2019. അന്ന് മറ്റേ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ എല്ലാതും കൂടി ഒരു 10-60-70 ആളുടെ വേല പോയിട്ടുണ്ട്.
പോയിട്ടുണ്ടല്ലോ. അവിടെ ഇവിടെയൊക്കെ 100ന്റെ മേലെ ആൾക്കാർക്ക് മരണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. മരണം 15 അല്ലേ ബാബോ? അതിലിപ്പോ ബോഡി 5 ബോഡി ഇട്ടുണ്ട്. ഈ വീട്ടിലെ ഇത് അവറാക്ക എന്ന് പറഞ്ഞ ആളാണ്, ഇതിന്റെ അളിയനാണ്. ഈ മൂപ്പരെ എൻ്റെ അളിയനുമാണ്, എൻ്റെ മകൻ്റെ അമ്മോസനും രണ്ടാമത്തോൻ്റെ. അയാളും അബൂക്കർ എന്ന ആളും കൂടിയാണ് കാറിൽ പോയത്. ഇത് അവറാക്കാൻ്റെ വീട്. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ വരുമ്പോൾ ഒരു വീടുണ്ട്, അത് അബൂക്കറിൻ്റെ വീടാണ്. ഒരാണ്ടാൾ ഇതുവരെ കിട്ടിയില്ല. ഒരാണ്ടല്ല 5-6 കിട്ടാണ്ട്. അതായത് ഇത് പൊട്ടി പോകുമ്പോ ഇവരവിടെ ഒരു ഗ്യാൻഡിങ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വണ്ടികളൊക്കെ നിർത്തുന്നു ആ ഭാഗത്ത്. അപ്പോൾ ഇയാളെ വീട്ടിൽ നിന്ന് മേലെ നിന്ന് കുറച്ച് മണ്ണൊലിച്ച് ഇറങ്ങിയപ്പോൾ ആരെ പറഞ്ഞു, അബൂക്കർക്ക് നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് മണ്ണും കല്ലൊക്കെ വന്ന് വീണിക്കണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി എടുത്തിട്ട് വരികയാണ്. അപ്പോഴാണ് ഇവിടുന്ന് പൊട്ടിയിട്ടാണ് പോയത്. ഇത് ഈ വളവിൽ വെച്ചിട്ടാണ് കാർ അങ്ങോട്ട് മറിഞ്ഞത്. ആ ആള് കണ്ടാണ്, പിന്നെ ആരും കണ്ടിട്ടില്ല. പടച്ചവർക്ക് മാത്രം അറിയുള്ളൂ അത് എവിടെ എത്തിക്കണ്. പക്ഷെ എൻ്റെ അളിയനും എൻ്റെ അളച്ചനും കൂടി ഇതിന്റെ ഈ മേലെ റോഡ് ഉണ്ടല്ലോ, ആ റോഡിൽ നിന്ന് കാണുകയാണ് ഇത് പൊട്ടിപ്പോണത് പോലെ. അന്ന് പള്ളീന്റെ മുറ്റത്തേനി, പള്ളീന്റെ മുകളിലെ സീറ്റ് ഇങ്ങനെ പറക്കണ്ടപ്പോൾ ഇവർ ഓടിയതാണ് നേരെ മേലേക്ക്. ഓടി മേലേക്ക് കയറിയതിൻ്റെ ശേഷം അവിടെ നിന്ന് നോക്കുമ്പോൾ ആദ്യം ഒരു പൊട്ട് കിട്ടി. പിന്നെ രണ്ടാമത്തെ പൊട്ടിലാണ് തൊന്നോയിട്ട് പോരുന്നത്. അങ്ങനെയാണ് ഈ പള്ളി ഇതൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ പൊളിഞ്ഞ് അങ്ങ് എത്തി. മണ്ണ് കയറിയിട്ട് ടൈലൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞ ഗ്ലാസ് ഒക്കെ പോയത്. ഈ ഓടാമ്പലൊക്കെ ഉണ്ടല്ലോ, ഇത് ഓടാമ്പലം ഇപ്പൊ തൽക്കാലം ഇട്ടതാ. നല്ല കമ്പനിയുടെ ഓടാമ്പലം ഗൾഫിൽ നിന്ന് കൊണ്ടു വെച്ചതാ. ഇതാണ് പൊട്ടിയിട്ട് ഇങ്ങനെ തീർച്ചിട്ടുണ്ടായി ഇതൊക്കെ. എന്നിട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ മണ്ണേനി ഇതുണ്ടോ. ഇതൊക്കെ എന്നിട്ട് കളക്ടർ ആളെ വിട്ടിട്ട് ഒക്കെ ശരിയാക്കി തന്നതാ. ഇവിടൊക്കെ റിട്ടൺ ബൾബും മറ്റേ ഇതൊക്കെ മേലെ പൊട്ടിയിട്ട് മരങ്ങളൊക്കെ അതൊക്കെ കൊണ്ട് താഴെ തട്ടിട്ട്. എന്താ അവസ്ഥ അല്ലേ? നമുക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നു പറ്റില്ല. അപ്പൊ മാതൃഭൂമി മറ്റേ ശരത്കുമാറില്ലേ, അയാള് മറ്റേ സർക്കാരിന് എടുത്തു കൊടുത്ത് ഭൂമി. എന്നിട്ട് സർക്കാർ എല്ലാവർക്കും വളർന്ന് പൈസയും തന്ന്. പിന്നെ ഇപ്പൊ സംഘടനക്കാർ കിട്ടുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട വ്യക്തിയാണ് നമ്മള്. കോടികൾ 2.5 കോടി ഉറുപ്പിന്റെ മേലെ പോകും. നമ്മള് 2.5 കോടി ഈ ഏരിയയിൽ ഈ ഭാഗത്തൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളെ മക്കളൊക്കെ ആയിട്ടാണ് അവിടെ നമുക്ക് വരുമാനം കിട്ടിയത്. ആ ഏലക്കാടല്ലേ, അതിപ്പോ ഏലൊക്കെ പോയില്ലേ, കുത്തിവെച്ച് പോയി കംപ്ലീറ്റ് പോയി. ഇപ്പൊ എന്നിട്ടിപ്പോ ഞാൻ രണ്ടാമത് കാപ്പി വെക്കാൻ നോക്കുകയാണ്. അതല്ലേ, കൃഷിയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അവിടെ താമസിക്കാൻ വിടൂല. പഴയ രീതിയിലേക്ക് ഇതൊന്നും മാറ്റങ്ങൾ വരണം. നിങ്ങളെ പോലത്തെ ആൾക്കാർ കൃഷിയൊക്കെ ചെയ്തിട്ട്. അതിപ്പോ സർക്കാർ അറിയില്ല ഏരിയ ഇത് മറ്റേ കസ്തൂരി അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ഞാൻ പറ്റാൻ നിൽക്കാം. ഒരുപാട് താങ്ക്സ്. എന്റെ പേര് അഷ്റഫ് എന്നാണ്, ഞാൻ കണ്ണൂരാണ്. കണ്ണൂര് പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം, 7 എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ ഗൈസ്, നമുക്കിരുന്ന് പോട്ടാ. ഒരു ഏട്ടനെ അടുത്ത് പണിയെടുക്കുന്നത് കേട്ടാ. എന്താ പേരെന്താ? ആ ഓക്കെ വരുന്നേട്ടാ, കാണാം. ഒന്നും വേണ്ട, ഭയങ്കര സംഭവട്ടാ. എന്താ അവസ്ഥ നോക്കിയാ. ഇവിടെ ഈ ഭാഗത്തുണ്ടല്ലോ, ഈ ഭാഗത്ത് പള്ളി, മദ്രസ, കുറച്ചപ്പുറം അമ്പലം, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഇത് ഈ വീടിൻ്റെ തൊട്ട് താഴെയുള്ള മുട്ടിയിട്ടുള്ള ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ അവരുടെ ബോഡി കിട്ടിയിട്ടില്ല. അതുപോലെ ഇവിടെ നിന്നുള്ള ഇതിൻ്റെ നേരെ മുകളിൽ ഇതാ ഇവിടെ ഒരു വീട്, ആ വീട്ടിൽ നിന്നും 2 ആളിത് കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുണ്ടോ, ഇതിപ്പോൾ കണ്ട് വെക്കാൻ്റെ മക്കളുടെയൊക്കെയാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടോ, ഈ വീടൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. എന്താ അവസ്ഥ അല്ലേ. ആ വീട്ടിലേക്കുള്ള സ്റ്റെപ്പ് ഇതാ, ഇങ്ങനെ സ്റ്റെപ്പ്, ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇതായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാലോ ഇവിടെ വന്നതിനെ നെട്ടിപ്പ് കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അത് നേരിട്ട് കാണുമ്പോൾ വേറെ ഒരു ഇതാണ്. കാരണം ഇവരുടെ എന്താ പറയുക, കുറേ സങ്കടങ്ങളും വിഷമങ്ങളും അതൊക്കെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം നഷ്ടപ്പെട്ടു 2 കോടിക്ക് മുകളിൽ നഷ്ടം അവർക്കുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് ഇത്രയും, കാരണം അത്രയും വരുമാനം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ ഏലയ്ക്ക് മറ്റേതൊക്കെ കൃഷി ചെയ്തിട്ട് വരുമാനം ഉണ്ടാകുന്ന സ്ഥലമാണ്.
ഈ വീട്ടിൽ അവരുടെ ബോഡി കിട്ടാണ്ട് അത്ര വരും. അങ്ങ് അവിടെ ബൈക്കുണ്ട് കണ്ട. ഈ വീട്ടിലുള്ള അവരുടെ ബോഡി കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്നും ആളില്ല കേട്ടോ, ഇതെല്ലാം ഒഴിപ്പിച്ചിട്ടേ ഉള്ളത്. അതുപോലെ ഈ വീട് ഇതും അവരുടെ വീടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ ഇതാ ഇവിടെയുള്ള വീട് എന്താണല്ലേ